ഹലോ നമസ്കാരമുണ്ട്. ഞാൻ പ്രീത മേരി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു ഹോം ബേക്കർ എന്ന നിലയിൽ ഞാൻ സ്ഥിരമായി ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും പല ആളുകളും കേക്ക് ഓർഡർ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് കേക്കിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഒരു 3 വർഷം മുമ്പ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്കും കേക്കിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. നോർമലി നമ്മൾ സാധാരണ കണ്ടുവരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ്, ഈ 2 കേക്കുകളാണ്. നമുക്ക് റെഡ് വെൽവെറ്റ്, ഈ 3 കേക്കുകളെ പറ്റി വലിയ നമ്മൾ കോമൺ ആയിട്ട് അറിയാവുന്ന പേരുകൾ അത് മാത്രമേ ഉള്ളായിരുന്നു. അതുമാത്രമല്ല, ഒരു കേക്ക് ഓർഡർ ചെയ്യുന്നതിനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന കാര്യത്തെപ്പറ്റി എനിക്കും വലിയ ധാരണയില്ലായിരുന്നു. അപ്പോൾ കേക്കിനെ പറ്റി നല്ല അറിവുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. കേക്കിനെ പറ്റി നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിവില്ല എങ്കിൽ തുടർന്ന് കാണുക. ആദ്യമായി നമ്മൾ കേക്ക് ഓർഡർ ചെയ്യുമ്പം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാരണങ്ങളും നമ്മുടെ ബഡ്ജറ്റ് തന്നെയാണെന്ന് ഞാൻ പറയും. നമ്മൾക്കറിയാം, ഒരു എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര രൂപ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും, അത് എത്ര രൂപയുടെ ആണെങ്കിൽ എനിക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു ധാരണ നമുക്ക് തന്നെ ഉണ്ടാവണം. ഓരോരുത്തരുടെയും ബഡ്ജറ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഒരു കുറച്ച് നമ്പർ ആളുകളെ മാത്രമേ വിളിക്കുന്നുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു പ്രൈവറ്റ് ഒരു 3, 4, 5 ആളുകളെ ഉള്ളെങ്കിൽ ഒരു ½ kg കേക്കിൻ്റെ ആവശ്യമേ വരുള്ളൂ. ആളുകളൊക്കെ ഇതിപ്പോൾ കലറിയെ പറ്റി ഇപ്പോൾ വളരെ കോൺഷ്യസ് ആയതുകൊണ്ടും മധുരമൊക്കെ അധികം കഴിക്കാത്ത ആളുകളായതുകൊണ്ടൊക്കെ ഒരു ½ kgയുടെ ആവശ്യമേ വരുള്ളൂ. 5, 6 ആളുകളാണെങ്കിൽ ആ നമ്പർ കൂടുന്നതിനനുസരിച്ച് എത്ര ആളുകൾ വരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യമേ ഡിസൈഡ് ചെയ്യാം. എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതും ആദ്യം ഡിസൈഡ് ചെയ്യാം. അതിനുശേഷം വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഹോം ബേക്കർ നിങ്ങളുടെ സമീപത്തുള്ള ഒരാളെ കണ്ടെത്തുക. നമുക്കറിയാം, പല ആളുകളും പലപ്പോഴും ബർത്ത്ഡേ ഫംഗ്ഷൻസിനൊക്കെ വാങ്ങിക്കുന്ന കേക്കുകളെ നമുക്കറിയാം, കേക്കിലുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഡയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചേരുവകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേക്ക് ഫ്രഷ് അല്ലെങ്കിലും അത് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ദിവസങ്ങളായതാണെങ്കിലും നമുക്ക് സ്റ്റൊമക്കിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാൻ കാരണം അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കഴിച്ചിട്ട് സ്റ്റൊമക്കിന് സുഖമില്ലായിരുന്നു, വയറിന് സുഖമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോം ബേക്കറെ ചൂസ് ചെയ്യുക. നേരത്തെ തന്നെ ചൂസ് ചെയ്യുക. അതാണ് നമ്മൾ പ്രോഗ്രാം എന്നാണോ അതിന് കുറേ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ചൂസ് ചെയ്യുക. നമ്മളുടെ ബഡ്ജറ്റും ആദ്യം അവരോട് നമ്മളുടെ ബഡ്ജറ്റും എത്ര ആളുകളാണ് വരുന്നതും ഉള്ള കാര്യം ആദ്യം നമ്മൾ അവരെ അറിയിക്കുക. അതിനുശേഷം അവർ ഏതൊക്കെ ഫ്ലേവറുകളാണ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ ബഡ്ജറ്റിന് മാച്ചാവുന്ന അതിനൊരു കേക്ക് സജസ്റ്റ് ചെയ്യാൻ പറയുക. എസ്പെഷ്യലി നമ്മൾ ഏറ്റവും കൂടുതൽ കേക്കുകൾ കുട്ടികളുടെ ബർത്ത്ഡേ തീം ബേസ്ഡ് ആയിട്ടുള്ള കേക്കുകളായിരിക്കും നമ്മൾ കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ തീം ബേസ്ഡ് ആയിട്ടുള്ള കേക്കുകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ അത് ഹോം ബേക്കേഴ്സിന് നേരത്തെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പിക്ചർ അല്ലെങ്കിൽ നമ്മൾ റെഫറൻസിനുള്ള പിക്ചേഴ്സൊക്കെ നേരത്തെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിലുള്ള ടോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിന് മുകളിൽ വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തീം ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പിക്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എഴുതിയ ടോപ്പേഴ്സ് ആവാം, അങ്ങനെയുള്ള സാധനങ്ങൾ നേരത്തെ ഓർഡർ ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വാങ്ങണമെങ്കിലൊക്കെ അവർക്കത് എളുപ്പമാകും. നമ്മൾ പെട്ടെന്ന് ചെന്ന് പറയുമ്പോൾ അവർക്കത് പ്രയാസമായിരിക്കും. അത് ഇപ്പം ഓൺലൈനായിട്ട് വാങ്ങുന്നതാണെങ്കിൽ ഷിപ്പ് ചെയ്ത് ലഭിക്കാനൊക്കെ സമയമെടുക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് ഡിസ്കസ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ തീം ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നല്ലൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഹോം ബേക്കറെ കണ്ടെത്തി അവരോട് നമ്മൾ ഈ ഓർഡറിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓർഡറിൻ്റെ ഡേറ്റ്, ടൈം, ക്വാണ്ടിറ്റി ഒക്കെ കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം കോസ്റ്റ് പല രീതിയിൽ നമുക്ക് കേക്കിൻ്റെ കോസ്റ്റ് കൂടുന്ന പല രീതിയിലാണ്. ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പേപ്പർ ടോപ്പേഴ്സ് അവൈലബിൾ ആണ്. പേപ്പർ ടോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീം ബേസ്ഡ് ആയിട്ടുള്ള കേക്കുകളാണെങ്കിൽ അതിന് കാർട്ടൂൺസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇമേജസ് ഒക്കെ വരുന്ന പേപ്പർ കൊണ്ടുള്ള ടോപ്പേഴ്സ് ടൂത്ത് പിക്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വരുന്നതായിരിക്കും. അത് അല്ലെങ്കിൽ അല്ലാതെ ആവാം. അത് നമ്മൾ ബേസിക് ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് ആ തീം ബേസ്ഡ് ആയിട്ട് അത് സെറ്റ് ചെയ്യും. അത് കേക്കിന് കുറച്ചുകൂടെ കോസ്റ്റ് കുറവായിരിക്കും. രണ്ടാമത് വരുന്ന ടൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഫോണ്ടൻറ്റ് കൊണ്ട് ഷുഗർ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു മീഡിയം ഉണ്ട്. അതിട്ട് നമ്മൾ ഇപ്പോൾ ആനിമൽസിൻ്റെ ഷേപ്പോ നമ്മൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഫേസോ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ഫോണ്ടൻറ്റ് കൊണ്ടുള്ള ഫിഗേഴ്സൊക്കെ ആണെങ്കിൽ റേറ്റ് കുറച്ചുകൂടെ നമ്മൾ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ പിക്ചേഴ്സ് എടുത്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ ഈ ഹോം ബേക്കറുടെ കൈ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും ഇമേജസ് ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ ഈ ബേക്കേഴ്സിൻ്റെ കൊടുക്കുന്നത്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന പല സാധനങ്ങളും ലോക്കലി അവൈലബിൾ അല്ലാത്ത സാധനങ്ങളായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പടം കൊടുക്കുന്ന സമയത്ത് അത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അവർ ചെയ്തു തരും. പലപ്പോഴും ഒരു ഹോം ബേക്കർ എന്ന നിലയിൽ പലരും റെഫറൻസ് തരുന്ന പിക്ചേഴ്സിൽ ഉള്ള പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത സാധനങ്ങളായിരിക്കും.
അപ്പോൾ നിങ്ങൾ ആദ്യം ബഡ്ജറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കേക്ക് ഏതാണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇത്രയും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനുശേഷം അവർ ടെക്സ്റ്റായിട്ട് അതിൻ്റെ ടൈം, നമ്മളുടെ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ പ്രായമുള്ളവരുടെ പേര്, എന്താ ടെക്സ്റ്റിൽ എന്താണ് എഴുതേണ്ടത്, ഏത് ടൈപ്പിലുള്ള മുകളിലുള്ള ഡെക്കറേഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നമ്മൾ സമീപിക്കുന്ന ആളെ ബോധ്യപ്പെടുത്തുക. അതൊരു ടെക്സ്റ്റായിട്ട് തന്നെ എഴുതി വാങ്ങുക. ടെക്സ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ അവർക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഒരു ടെക്സ്റ്റായിട്ട് വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. നമ്മൾ നെയിമൊന്നും തെറ്റിപ്പോയിട്ടില്ലെന്ന് എൻഷുർ ചെയ്യാൻ പറ്റും നമുക്ക്. അവർ പറഞ്ഞിരിക്കുന്ന സമയം, പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫ്ലേവർ, ക്വാണ്ടിറ്റി, ഇതിലൊന്നും തെറ്റ് വന്നിട്ടില്ലെന്ന് 2 കൂട്ടർക്കും ഉറപ്പുവരുത്താൻ ഇതും കൂടെ സാധിക്കും. എസ്പെഷ്യലി നിങ്ങളൊരു പ്രായമായ ഒരാൾക്കാണ് ഒരു കേക്ക് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നോർമലി അവർക്ക് കുറച്ച് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് വനില പോലുള്ള ഫ്ലേവറുകളായിരിക്കും മിക്കവർക്കും ഇഷ്ടം. അതിനെപ്പറ്റി ഞാനൊരു വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ഓൾറെഡി, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഫ്ലേവേഴ്സ് ആയിരിക്കും മിക്കവാറും. പ്രായമുള്ളവർ കൂടുതലും മധുരം ഇഷ്ടപ്പെടാത്തവരായിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ബേക്കറോട് പറയുക മധുരം കുറച്ച് മതി അല്ലെങ്കിൽ മധുരം കൂടുതൽ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ ബേക്കറെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ പിന്നെ കേക്കിന് എപ്പോഴും പ്രൈസ് പറയുന്നത് ഒരു ബേക്കർ എന്ന നിലയിൽ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കേക്കിന് എപ്പോഴും പ്രൈസ് വരുന്ന ബേസിക് ഒരു ഫ്ലേവർ ചാർജ് ആയിരിക്കും മിക്ക ബേക്കേഴ്സും പറയുന്നത്. 1 കിലോ ക്വാണ്ടിറ്റിക്ക് എത്ര രൂപയാകും എന്നായിരിക്കും പറയുന്നത്. അപ്പം നമ്മൾ കേക്കിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്തോറും പ്രൈസിനകത്ത് ഡിഫറൻസ് വരും. നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സസിന് വില ഡിഫറൻസ് കാണും. പിന്നെ നമ്മുടെ ഒക്കേഷൻസിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ നോർമൽ ബോർഡല്ലായിരിക്കും യൂസ് ചെയ്യുന്ന, കുറച്ചുകൂടെ കട്ടിയുള്ള ബോർഡുകളായിരിക്കും യൂസ് ചെയ്യുന്നത്, അതിന് പ്രൈസിന് ഡിഫറൻസ് വരും. പിന്നെ നമ്മൾ ബേസിക് ഫ്ലേവർ ചാർജ് പ്ലസ് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ അഡീഷണൽ ഉപയോഗിക്കുന്നു, പേപ്പർ ടോപ്പേഴ്സായി യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് എത്രയാണ്, നമ്മൾ ഫോണ്ടൻ ഫിഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് എത്ര രൂപ സെപ്പറേറ്റ് ആകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചാർജസ് ആണ്. നമ്മൾ ഈ ഫ്ലേവർ ചാർജ് പ്ലസ് സെപ്പറേറ്റ് എത്ര ചാർജ് ആകുന്നു അതാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബേക്കർ ഒരു ട്രൈ ചെയ്യാത്ത കേക്കാണെങ്കിൽ അവർക്കൊരു അതായത് യഥാർത്ഥത്തിലുള്ളതിൻ്റെ ശരിക്കുള്ള എമൗണ്ട് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ ഏകദേശം പറയാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ അവർ പറഞ്ഞു തരും. എത്ര രൂപയാവും നമുക്ക് ബേസിക് ഫ്ലേവർ ചാർജ് പ്ലസ് എത്ര ക്വാണ്ടിറ്റി ആവും, ബോക്സിന് അഡീഷണൽ ചാർജസ് ആവും, അല്ലെങ്കിൽ ബോർഡിന് അഡീഷണൽ ചാർജസ് ഒക്കെ എത്രയാകും എന്നുള്ള കാര്യം. നമ്മൾ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ടോപ്പേഴ്സ് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടോപ്പേഴ്സ് ഒക്കെ നമ്മൾ നോർമലി ബേസിക് ഒരു ഫ്ലേവർ ചാർജ് വരുന്ന ഒരു ചെറിയ ടോപ്പറൊക്കെ വെച്ച് കൊടുക്കുക. എങ്കിൽ പോലും കസ്റ്റമൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ടോപ്പേഴ്സ് വേണമെങ്കിൽ, കുറച്ച് വലിയ ടോപ്പേഴ്സ് വേണം, കുറച്ച് അട്രാക്റ്റീവ് ടോപ്പേഴ്സ് വേണം, കുട്ടികൾക്കൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ടോപ്പേഴ്സ് വേണമെങ്കിൽ നമ്മൾ പറയുവാണെങ്കിൽ അതിനൊക്കെ അഡീഷണൽ ചാർജസ് ആണ് ആകുന്നത്. അപ്പം കേക്കിൻ്റെ കോസ്റ്റിനെ പറ്റി നമുക്ക് നേരത്തെ ഒരു ധാരണ കൃത്യമായി ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ വാങ്ങാൻ വരുന്ന സമയത്താണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ ചിലപ്പം നമുക്ക് കേൾക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നും, ആ ബേക്കർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. എപ്പോഴും നമുക്കറിയാം നമ്മൾ ബേക്കിങ്ങിനകത്ത് ഒക്കെ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പരിമിതികളൊന്നാണ് നമ്മുടെ മാനത്ത് മഴ കണ്ട പലപ്പോഴും നമ്മുടെ ഇലക്ട്രിസിറ്റി പോകാറുണ്ട്. അപ്പം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചിലപ്പം പവർ കട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമുക്കറിയാം കേക്കിൻ്റെ നമ്മൾ മിക്ക ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഇലക്ട്രിസിറ്റിയെ ആശ്രയിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം പലപ്പോഴും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ രാവിലെ തന്നെ വിളിച്ച് എത്ര സമയത്താണ് കൊണ്ടുവരുന്നത്, ഇന്ന് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണെന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് പ്രധാനപ്പെട്ട നമ്മൾ ഓർഡർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ഒരു ബേക്കറോട് പറയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഫ്രഷ് നല്ല ബ്രാൻഡഡ് കളേഴ്സാണോ യൂസ് ചെയ്യുന്നത്, അവരുടെ സംരംഭം നമ്മളെവിടെയെങ്കിലും ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എൻഷുർ ചെയ്യുക. പിന്നെ കേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം കേക്ക് ഫോണ്ടൻ ഫിഗേഴ്സൊക്കെ വെച്ചിട്ടുള്ള കേക്കുകളാണെങ്കിൽ ബേസിക്കലി ഒരു ബേക്കർ എന്ന നിലയിൽ ഫോണ്ടൻ എപ്പോഴും ഞാൻ മനസ്സിലോർക്കാറുണ്ട്. ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലുള്ള കാലാവസ്ഥയായതുകൊണ്ട് പലപ്പോഴും ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള കേക്കുകൾ നമ്മൾ കസ്റ്റമർ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുന്നായിരിക്കും ഈ ഫോണ്ടൻ ഫിഗേഴ്സ് നമ്മൾ ഈ കേക്കിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊരു ഗമ്മി ടെക്സ്ചറുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലൂ പോലത്തെ ഒരു ടെക്സ്ചറുള്ള ഒരു മീഡിയമാണ്. അത് ഹ്യൂമിഡിറ്റി ഒക്കെ കാരണം ഇങ്ങനെ ഉരുകി വരുന്നത് പോലെ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോണ്ടൻ ഫിഗേഴ്സ് വെച്ചിട്ടുള്ള കേക്ക് ഓർഡർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ കേക്ക് മുറിക്കുന്നതിന് കുറച്ച് നേരങ്ങൾക്ക് മുൻപേ കൊണ്ടുപോയി നമ്മൾ ഇത് കൊണ്ടുപോകാവൂ. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും സാധനങ്ങൾ കുറച്ച് നേരത്തെ കൊണ്ടുപോകാൻ വന്നുവെങ്കിൽ
കവേർഡായിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അല്ല വെളിയിൽ ഒരുപാട് നേരം നമ്മൾ സൂക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ വിപ്ഡ് ക്രീമിലൊക്കെ മുകളിൽ വെച്ചിട്ടുള്ള ഫൗണ്ടൻ ഫിഗേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം സൂക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലയിടത്തും ഞാൻ ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്തൊക്കെ ഒരു മിസ്റ്റേക്സ് കണ്ടിട്ടുള്ളത്, ഫോട്ടോ എടുക്കുന്ന സമയത്ത് പലയിടം കണ്ടിട്ടുണ്ട്, ഈ വിപ്ഡ് ക്രീമുള്ള കേക്കിൻ്റെ അടുത്ത് നിലവിളക്കുകളൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആണെങ്കിൽ നമ്മളൊരു പ്രെയർ ഇതിനൊക്കെ മുമ്പ് ചെയ്തായിരിക്കും അത്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണലി നമ്മൾ ആ ഒരു ചൂടുള്ള സാധനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ അത്രയും ചൂടുള്ള സ്ഥലത്തൊക്കെ കേക്കുകൾ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെപ്പോഴും കേക്ക് തണുത്ത് കഴിക്കുമ്പോഴാണ് കേക്കിന് എപ്പോഴും സ്വാദ്. മിക്ക കേക്കുകളും, ഒട്ടുമിക്ക കേക്കുകളും തണുത്ത് കഴിക്കുമ്പോഴാണ് സ്വാദ്. നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യേണ്ട കേക്കുകളാണെങ്കിൽ മിനിമം ഒരു ഹോം ബേക്കേഴ്സിന് അടുത്താണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 hours ബിഫോർ എങ്കിലും 5 hours മുമ്പെങ്കിലും പറയുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഒരു കേക്ക് അത് റെഡിയായി ഒരു ഹോം ബേക്കർ ഒരു ഫ്രഷ് ആയിട്ടായിരിക്കും നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം അവരത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകാനൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു 5 മണിക്കൂർ, 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞൊരു 5 മണിക്കൂറെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ബെസ്റ്റായിട്ടുള്ളൊരു കേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഒരുപാട് താമസിപ്പിക്കാതെ നേരത്തെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വിപ്ഡ് ക്രീം കേക്കുകളാണെങ്കിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി മുറിക്കുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത് കഴിക്കുമ്പോഴായിരിക്കും എപ്പോഴും കേക്ക് സ്വാദുള്ളത്. പിന്നെ നമ്മൾ ചില കേക്കുകളിലൊക്കെ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലെയറുകൾ കുതിർക്കാൻ യൂസ് ചെയ്യുന്നത് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലായനികളായിരിക്കും. അപ്പം അങ്ങനെയുള്ള കേക്കുകൾ അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്ന കേക്കുകൾ, അങ്ങനത്തെ കേക്കുകൾ കഴിവതും അന്നത്തെ ദിവസം തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിറ്റേ ദിവസത്തേക്ക് വെക്കുന്നത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ മിൽക്കിൽ സോക്ക് ചെയ്യുന്ന പല കേക്കുകളും അന്നത്തെ ദിവസം തന്നെ കഴിക്കാനാണ് സ്വാദും. നമ്മൾ ഇരിക്കുന്ന ഇപ്പോഴും വയറിനൊക്കെ സേഫും അത് തന്നെയായിരിക്കും. പക്ഷേ അതേസമയത്ത് ഷുഗർ സിറപ്പിലൊക്കെ സോക്ക് ചെയ്യുന്ന കേക്കുകളുണ്ട്. ആ കേക്കുകളൊക്കെ നമുക്ക് പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കുന്നതിന് കുഴപ്പമില്ല. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് കേക്കിൻ്റെ ബോക്സിൻ്റെ ബേസിൽ പിടിച്ചിട്ട് വേണം കേക്ക് കൊണ്ടുപോകാൻ. നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയിൽ നമ്മൾ വെക്കുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ വെച്ച് വേണം കേക്ക് കൊണ്ടുപോകാൻ. നമ്മുടെ റോഡുകളൊക്കെ അറിയാം, കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞ റോഡുകളൊക്കെയാണ്. നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ സേഫായിട്ട് കൊണ്ടുപോകുക. ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ള കാര്യം, നമ്മൾ കേക്ക് കൊടുത്ത് പൈസ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്ന് പലരും പറയാറുണ്ട്. എങ്കിൽ പോലും കേക്ക് ഒരാൾ കൊണ്ടുപോയി അത് ഭംഗിയായി വീട്ടിലെത്തി അത് മുറിച്ച് കഴിച്ചു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. അപ്പം അത് സേഫായിട്ട് കൊണ്ടുപോവുക. നമ്മൾ ഏത് വാഹനമാണ്, ഇപ്പോൾ സ്കൂട്ടി ആണെങ്കിലും നമ്മൾ കാറിലാണെങ്കിലും ഒക്കെ കൊണ്ടുപോകുമ്പം സേഫായിട്ട് കൊണ്ടുപോവുക. കേക്ക് വളരെ അറിയാം, നമ്മൾ ക്രീമൊക്കെ ആണെങ്കിലും ബോഡിയിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്, തെന്നി പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വളരെ സേഫായിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് കേക്കുകൾ. എസ്പെഷ്യലി നമ്മൾ ഡോൾ കേക്കുകൾ അല്ലെങ്കിൽ ഹൈറ്റുള്ള കേക്കുകൾ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാൻ. കേക്കിൻ്റെ ബോക്സിൻ്റെ ബേസ് പിടിച്ചിട്ട് വേണം കേക്ക് എടുക്കാൻ. പലപ്പോഴും നമ്മൾ ബേസിലെ ജോയിൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ തൂക്കിയൊക്കെ എടുക്കുവാണെങ്കിൽ കേക്ക് താഴോട്ട് സ്ലിപ്പ് ചെയ്ത് പോകാനും നമുക്ക് പൈസ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾക്കൊക്കെ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കളേഴ്സൊക്കെ യൂസ് ചെയ്യാത്ത കേക്കുകളാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ റെഡ് വെൽവെറ്റ് പോലെയുള്ള കേക്കുകളൊക്കെ ചെറിയ പ്രായത്തിൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കാം നല്ലത്. അതൊക്കെ നമ്മളെ ഓരോരുത്തരുടെയും ചോയ്സസ് ആണ്. അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം പ്രധാനമായും നമ്മൾ കേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആളുകൾ ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായി ചെയ്യാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ബേസിക് ആയിട്ടുള്ള കേക്കുകളൊക്കെയാണ് ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.